5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV ചെയ്യും. അതുകൂടി കഴിഞ്ഞാൽ ആ ടൈം ബോംബ് പൊട്ടുകയും ചെയ്യും. ബോംബ് പൊട്ടുന്നതിന്റെ കൂട്ടത്തിൽ ജനകന്റെയും പാറുവിന്റെയും ജീവിതം കൂടി പൊട്ടിച്ചിതറും. അത് നീ കണ്ടോ? സത്യമാണോ നിങ്ങൾ പറയുന്നത്? മേഡം ഇത്രയും സമയം മുതലാളിയെ നീ എന്നല്ലേ വിളിച്ചത്? ഇപ്പം നിങ്ങളെന്നായോ? അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറയൂ രുദ്രൻ, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്റെ പ്ലാൻ ഞാൻ ആരോടും തുറന്നു പറയാറില്ല. പക്ഷേ ഞാനൊരു കഴിവ് കെട്ടവനായി നിനക്ക് തോന്നിയത് കൊണ്ട് തുറന്നു പറയാം. ക്ഷേത്രമുറ്റത്ത് കനൽ കലശം നടക്കുമ്പോ കഴകപ്പുരയിൽ കള്ളന്മാർ കയറും. കള്ളന്മാരോ? അതെ, പരുന്തുപോലെ വന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം കൊത്തിയെടുത്ത് പറക്കുന്ന 4 കള്ളന്മാർ. തിരുവാഭരണ പെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ലോക്കർ അവർ തുറക്കും, താക്കോലില്ലാതെ. താക്കോലില്ലാതെ തന്നെ ലോക്കറിന് ഒരു പോറൽ പോലും വരുത്താതെ കാണുന്നവർക്ക് താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണെന്നേ തോന്നും. ലോക്കറിൽ നിന്ന് തിരുവാഭരണ പെട്ടിയെടുത്ത് അതും തുറക്കും, താക്കോലില്ലാതെ തന്നെ. പെട്ടിക്ക് ഒരു പോറല് പോലും വരുത്തില്ല. കാണുന്നവർക്ക് തോന്നും താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണെന്ന്. തിരുവാഭരണങ്ങൾ മുഴുവൻ അവരെടുക്കും. പെട്ടി വീണ്ടും ലോക്കറിൽ വെക്കും. ലോക്കർ പൂട്ടി ആഭരണങ്ങളുമായി അവർ പോവുകയും ചെയ്യും. അവര് വരുന്നതും പോകുന്നതും ഒന്നും ആരും അറിയില്ല. കനൽ കലശം കഴിഞ്ഞ ദേവിയുടെ ദേശപ്രദക്ഷിണം. തിരുവാഭരണങ്ങൾ മുഴുവൻ അണിയിച്ചിട്ട് വേണം ദേവിയെ ദേശപ്രദക്ഷിണത്തിന് കൊണ്ടുപോകാൻ. ദേവിയെ അണിയിക്കാൻ തിരുവാഭരണ പെട്ടി തുറക്കുമ്പോ കഥ മാറും. താക്കോലും അരയിൽ തിരികെ പ്രമാണിയായി ഞെളിഞ്ഞു നിൽക്കുന്ന ജനകൻ ചേട്ടന്റെ ജാതകം അതോടുകൂടി മാറും. അച്ഛന് സ്ഥാനം കിട്ടിയതിന്റെ പത്രാസ് കാണിച്ച് നടക്കുന്ന പാറുവിന്റെ ജാതകവും മാറും. പാറു ഇനി ടൗണിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ആ ഒരു ആവശ്യവുമായല്ലേ നീ എന്റെ അടുത്തേക്ക് വന്നത്. തിരുവാഭരണം മോഷ്ടിച്ച കുറ്റത്തിന് തന്തയോടൊപ്പം ജയിലിൽ കഴിയുന്ന അവൾ എങ്ങനെ ടൗണിലേക്ക് തിരിച്ചു വരും? കൈലാഷിനെ സ്വന്തമാക്കണം. അതല്ലേ നിന്റെ ആഗ്രഹം, അതല്ലേ നിന്റെ സ്വപ്നം. ദേവിയുടെ മുതൽ മോഷ്ടിച്ച കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പാറുവിനെ കൈലാഷിനെ പോലെ നിലയും വിലയും അന്തസ്സുമുള്ള ഒരാൾക്ക് കെട്ടാൻ മനസ്സ് വരുമോ? അവൻ 2 മനസ്സുമായി നിൽക്കുമ്പോ നീ അവന്റെ മനസ്സിൽ കയറി പറ്റണം. പതിയെ പതിയെ അവൻ നിന്നിലേക്ക് ചായും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നാ പോരെ? മതി, ധാരാളം മതി. എന്തെങ്കിലും ചെറിയ തരികിട പണി കാണിച്ച് പാർവതിയെ കൈലാഷിൽ നിന്ന് അകറ്റാനായിരുന്നു എന്റെ പ്ലാൻ. ഇത്രയും വലിയൊരു ബോംബ് അവളുടെ തലയെ കൊണ്ടുവച്ച് പൊട്ടിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങളൊരു കഴിവുകെട്ടാനാണെന്ന് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങളെ കുറ്റം പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പാറുവിനോട് നിനക്കുള്ളത് ദേഷ്യം, എനിക്കുള്ളത് പക. രുദ്രപ്രതാപന് ഒരാളോട് പക തോന്നിയാൽ അയാൾക്ക് പിന്നെ സർവനാശമായിരിക്കും. നീ എന്താ ഇവിടെ നിൽക്കുന്ന? എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു. എനിക്ക് മിണ്ടാനും പറയാനും ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ജയന്തിയും സൗന്ദര്യം മീരയൊക്കെ ഇല്ലേ? നീ അങ്ങ് മുകളിലും അവര് താഴെയാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി. നിനക്ക് അവരുടെ കൂടെ നടക്കാൻ കഴിയും. ഈ ബോറടിയും മാറും. കൈലാഷിനെ പോലെ
എല്ലാവരുടെയും തോളത്ത് കൈയിട്ട് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മുക്ത തിരിച്ചു വെക്കോ. ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഞാൻ ഇടയിൽ കയറി നിൽക്കുന്നതുകൊണ്ട് മാത്രം കൈലാഷിന്റെ ആഗ്രഹം നടക്കാത്തത്. ഞാൻ ഇവിടെ നിന്ന് പോയാ പാർവതിയുടെ അച്ഛനോട് കല്യാണക്കാരി സംസാരിക്കാൻ കൈലാഷിന് പിന്നെ തടസ്സങ്ങളില്ല. ജനഗണങ്ങളോട് ഞാൻ കല്യാണക്കാരി സംസാരിക്കാൻ പോവാ. ആ സമയത്ത് മുക്ത എന്റെ കൂടെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെന്നെങ്കിലും ഒരു ടാക്സി അറേഞ്ച് ചെയ്തുതരാം. മുക്ത വാ. എവിടേക്ക്? ഞാൻ പറഞ്ഞില്ലേ ജനഗണങ്ങളോട് കല്യാണക്കാരി സംസാരിക്കണമെന്ന്. ഇപ്പോഴോ? ഇത്ര കാലത്തെയോ? പാർവതിയോട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴും അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് അങ്കിളിനോട് പറയാൻ തുടങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എത്ര തവണയായി ശ്രമിക്കുന്നു. ഇപ്പോഴെങ്കിലും അങ്കിളിനോട് എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇത് തന്നെ അതിന് പറ്റിയ സമയം. ഇവിടെ വെച്ചാകുമ്പോ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. നീ വാ മുക്ത. കൈലാഷ്, എന്താ മുക്ത? മുക്ത, ഞാൻ പാർവതിയെ കല്യാണം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അവളെ ഞാൻ കല്യാണം കഴിക്കുന്നതില് നിനക്ക് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? താല്പര്യക്കുറവോ? എന്തിന്? നിന്റെ പ്രണയം സക്സസ് ആവാനല്ലേ ഞാൻ പ്രയത്നിക്കുന്നത്. എന്നിട്ട് നീ എന്തിനാ ഞാൻ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുമ്പോ ഡാഡിയെ പോലെ നീ ഇഗ്നോർ ചെയ്യുന്നത്? നീ എപ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക ചെയ്യുക. ഇപ്പോഴും ജനഗണങ്ങളോട് കല്യാണക്കാരെ സംസാരിക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത്രയും കാലത്തെയാണെന്ന് ചോദിച്ച് നീ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ ചെയ്തേ? അല്ല, ഈ സമയത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, മോർണിംഗ് ആയതുകൊണ്ട് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അങ്കിളുടെ മനസ്സ് നല്ല മൂഡിലായിരിക്കും. അല്ല, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നെ ഡിസ്കറേജ് ചെയ്യുന്നത്? പറയും മുക്ത. ഞാൻ നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നതല്ല കൈലാഷ്. നീ വളരെ സെൻസിറ്റീവ് ആണ്. ചെറിയ വിഷമം പോലും നിനക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. നീ പ്രപ്പോസ് ചെയ്യുമ്പോ പാർവതി നോ പറഞ്ഞ, നീ കല്യാണ കാര്യം പറയുമ്പോ അവളുടെ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞ, അത് നിന്നെ എന്തുമാത്രം വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഞാൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അവരോടൊന്നും തുറന്നു പറയാൻ പാടില്ലെന്നാണോ മുക്ത പറയുന്നത്? ഞാൻ പറയാതെ എങ്ങനെയാ പാർവതിക്ക് അവളോടുള്ള എന്റെ ഇഷ്ടം മനസ്സിലാവുക? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അവളുടെ അച്ഛൻ എങ്ങനെയാ മനസ്സിലാക്കുക? ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. ആദ്യം അവരുടെ മനസ്സറിയണം. പാർവതിക്ക് നിന്നോട് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടോ എന്ന് അറിയണം. അവളുടെ അച്ഛൻ അവളെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അവൾക്ക് നിന്നോട് പ്രണയമാണെന്ന് അറിഞ്ഞാ, അവളുടെ അച്ഛന് അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞാ നമുക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം.